Welcome to Garam Masala, the magic spices of cooking. മത്തങ്ങ പുളിങ്കറി. ഇന്ന് നമുക്ക് മത്തങ്ങ പുളിങ്കറി തയ്യാറാക്കാം. വറുത്തരച്ച് തയ്യാറാക്കി എടുക്കുന്ന നല്ലൊരു കറിയാണിത്. ഇത് റൈസിന്റെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ്. ആദ്യം നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണം. ഇതിനുവേണ്ടി ഞാൻ 1/2 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ വീതം മല്ലി, ഉഴുന്ന്, കടലപ്പരിപ്പ്, 1/4 ടീസ്പൂൺ ഉലുവ ഇവയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് മല്ലി, ഉഴുന്ന്, കടലപ്പരിപ്പ്, ഉലുവ ഇവയെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ കടലപ്പരിപ്പിന് പകരമായി തുവരപ്പരിപ്പ് ഉപയോഗിച്ചാലും മതി. ഇത് റോസ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് തേങ്ങ കൂടെ ചേർക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്കിതിനെ 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് കറി തയ്യാറാക്കി എടുക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 കപ്പ് മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. ക്യൂബായി മുറിച്ചെടുത്ത മത്തങ്ങയാണിത്. നമുക്ക് ഇതിനെ ഒരു മൺചട്ടിയിലോട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് കായം, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് വെള്ളം ഇവ ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളക് പൊടി അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറുതായി മാഷ് ചെയ്യാം. ഒരുപാട് മാഷ് ചെയ്യരുത്. ഞാൻ സാധാരണയായി മത്തങ്ങ കറി ഉണ്ടാക്കുമ്പോൾ തോടോട് കൂടെയാണ് ഉണ്ടാക്കാറ്. തോടോട് കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മത്തങ്ങ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർക്കാം. ഇതിലോട്ട് നമുക്ക് പുളിയുടെ ജ്യൂസ് കൂടെ ചേർക്കണം. 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത ജ്യൂസാണിത്. ആവശ്യമെങ്കിൽ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ തയ്യാറാക്കുന്ന കറി കുറച്ച് തിക്കാണ്. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി ഇതിലോട്ട് വേണ്ട വറവാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതിനുവേണ്ടി നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് 2-3 വറ്റൽ മുളക് കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ വറവിനെ നമ്മുടെ മത്തങ്ങ പുളിങ്കറിയിലോട്ട് ഒഴിക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തതിനു ശേഷം അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ മത്തങ്ങ പുളിങ്കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂട് ചോറിന്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.